കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇരിക്കാട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പൊക്കിളിന് മുകളിലുള്ള ഭാഗത്തും അതുപോലെ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള 2 പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഓരോ പ്രഗ്നൻസി ലക്ഷണങ്ങൾ പലതരത്തിൽ പല സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ കൂടുതൽ ഉണ്ടാകും, ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല, ചില ആളുകൾക്ക് വളരെ കുറച്ച് മാത്രമേ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഓവുലേഷൻ നടക്കുമ്പോഴും ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഈ മാറ്റങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പീരീഡ്സ് എടുക്കുന്ന സമയത്തുണ്ടാവുന്ന ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് ഇത്തവണയും പ്രഗ്നൻസി നഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറലായിട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് ഡോക്ടർ ഓൾറെഡി കൊടുക്കുന്ന മെഡിസിൻസ് എടുത്ത് കഴിയുകയോ അല്ലെങ്കിൽ പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസുകൾ ചെയ്തിട്ട് ആ ഒരു പ്രഗ്നൻസി നഷ്ടമാകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആണ് പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോസ് കേൾക്കുക. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ പൊക്കിളിന് മുകളിലുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാം, ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ ലോവർ അബ്ഡോമൻ താഴെയുള്ള പോർഷനിലായിരിക്കും. നമ്മുടെ ആ ഒരു അരക്കെട്ടിനും അതുപോലെ നമ്മുടെ പൊക്കിളിനും താഴെയുള്ള ഒരു പോർഷനിലാണ് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂട്രസിനുണ്ടാവുന്ന എക്സ്പാൻഷൻ ഒക്കെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലോവർ അബ്ഡോമൻ പോർഷനിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് പൊക്കിളിന് മുകളിലോട്ട് വേദന ഉണ്ടാവുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് എല്ലാ സ്ത്രീകളും അതുപോലെ എല്ലാ പുരുഷന്മാരും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ഒരു വേദന ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇത് പലർക്കും ഉണ്ടാവുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ വരുമ്പോഴേക്കും, ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വയറ് നീര് വീണ പോലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുക. ചില ആളുകൾക്ക് ആ ഒരു ദിവസം മാത്രമായിരിക്കും ആ ഒരു വേദന നീണ്ടു നിൽക്കുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 ദിവസം വരെ ഈ ഒരു വേദന റെക്കറന്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഒരു വേദനയുടെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് കുറച്ചു നേരത്തേക്ക് നമുക്ക് ഹെവി ആയിട്ടൊരു വേദന വരിക, പിന്നെ അത് പോവുക, കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതുപോലൊരു വേദന അനുഭവപ്പെടുക. പൊക്കിളിന് മുകളിലായിട്ട് നമ്മുടെ നേരെ പൊക്കിളിന് മുകളിലും നമ്മുടെ ബ്രസ്റ്റിന്റെ ആ ഒരു താഴെയുമായിട്ടുള്ള ഒരു പോർഷനിലായിരിക്കും നിങ്ങൾക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. വയറിലിങ്ങനെ നമുക്ക് നല്ലതുപോലൊരു വേദന ഉണ്ടാവില്ലേ, അതുപോലൊരു പ്രഷർ തരുന്ന വേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓവുലേഷൻ നടന്നിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ദഹിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ശരീരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡൈജഷൻ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കുറേയും കൂടി ഇൻക്രീസ് ആവാറുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടെങ്കിൽ കൂടി തന്നെയും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ഈ ഒരു പ്രവർത്തനം കൂടുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊജസ്ട്രോണും നമ്മുടെ ഡൈജഷൻ സ്ലോ ആക്കാറുണ്ട്. ഡൈജഷൻ സ്ലോ ആയി കഴിഞ്ഞാൽ ഭക്ഷണം ദഹിക്കാതിരിക്കുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് കെട്ടി നിൽക്കുന്നത് പോലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. വയറ് ഫുള്ളൊരു പ്രകമ്പനമായിരിക്കും. കാരണം നമുക്ക് തൊടുമ്പോൾ ഭയങ്കര അസ്വസ്ഥത വയറിൽ ഫീൽ ചെയ്യുന്നു. എന്ത് കഴിക്കാനായിട്ട് മനസ്സ് വരാത്തൊരവസ്ഥ, മോഷൻ പോകുമ്പോഴും കൃത്യമായിട്ട് പോകാത്ത ഒരു അവസ്ഥ. മോഷൻ കൃത്യമായിട്ട് പോകാത്തത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഇത്തരത്തിൽ തന്നെ ഡൈജഷൻ സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം തുടർച്ചയായിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും കൂടി വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് വേഴ്സ് ആക്കുന്നതിന് കാരണമാകുന്നു. ഒരുപാട് പേര് ഇത്തരത്തിലുള്ള വേദന വരുമ്പോഴേക്കും ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹോം റെമഡീസ്, ജീരകം വറുത്ത വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അമിതമായിട്ട് നിങ്ങൾ കുടിക്കാതിരിക്കുക. ഒരു തവണ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് പാടില്ല. അത് നമ്മളുടെ ശരീരത്തിന് നല്ലതല്ല. ഇതും പല സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. കാരണം നമുക്ക് അസഹനീയമായിട്ടുള്ള ഒരു വേദനയായിരിക്കും പലർക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻസ് മേടിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെന്നുള്ള കാര്യം കൂടി കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത്
നിങ്ങളിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻസി നോക്കുന്നുണ്ടെന്നോ ഉള്ള കാര്യം അവരോട് നിങ്ങൾ ഉറപ്പായിട്ടും പറയാം കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് വേദന എന്ന് പറയുന്നത് നമുക്ക് ഇടുപ്പിൽ അനുഭവപ്പെടുന്ന വേദനയാണ്. ഇടുപ്പിൽ നമുക്ക് രണ്ടിടുപ്പും നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് നമ്മൾ ആ ഇടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് ഞെക്കി നോക്കുക. ഞെക്കി നോക്കുമ്പോൾ നമുക്കൊരു വേദന അനുഭവപ്പെടില്ലേ? ഇതേ വേദനയായിരിക്കും നമുക്ക് തുടർച്ചയായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ കൊടുത്തത് ഒരു പ്രഷർ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വേദനയാണ് നമ്മളിപ്പോൾ ഫീൽ ചെയ്തത്. ഇതുപോലെ തന്നെയുള്ള ഒരു പ്രഷറായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടും ഉണ്ടാകുന്നത്. കാരണം യൂട്രസിന് അവിടെ എക്സ്പാൻഡ് ആവണം. അവിടെ ഇതുവരെ എക്സ്പാൻഷൻ അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മസിൽസ് ഒക്കെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരുപാട് നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒരു മസിൽസ് ആയിരിക്കും. ഇത് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിന്റെ എക്സ്പാൻഷൻ യൂട്രസിന് ചുറ്റുമുള്ള ഭാഗത്തും നേരെ താഴെയുള്ള ഭാഗത്തോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഇടുപ്പിന്റെ ഭാഗത്തും നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്തും രണ്ട് സൈഡും തന്നെ നമുക്ക് നല്ലതുപോലെ ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടാവുന്നത് പോലുള്ള ഒരു വേദന ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് നേരം നിന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും, അതായത് ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് നേരം നിൽക്കുക, ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് നേരം ഇരിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഒരിക്കലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കില്ല. കുറെ നേരം നമ്മൾ നിന്ന് കഴിയുമ്പോഴേക്കും റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഈ വേദന നമുക്ക് മാറും. പിന്നെയും കുറേ നേരം നമ്മൾ നിന്നോ ഇരുന്നോ ഒക്കെ ചെയ്യുമ്പോഴേക്കും റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും ഈ വേദന മാറാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ട് പല ആളുകളും ഈ ഒരു സമയത്ത് അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഹോട്ട് ബാഗ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ വേദന മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് മെഡിസിൻസ് എടുക്കുക. അതുപോലെ തന്നെ ഡോക്ടറെ കാണുന്ന സമയത്ത് നിങ്ങൾ കൺവേ ചെയ്യണം നിങ്ങൾ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം അവരോട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പെയിൻ കില്ലറിന്റെ ഡോസേജ് ഡോക്ടർ എഴുതി തരുള്ളൂ കേട്ടോ. ഏത് ഡോക്ടർ ആണെങ്കിലും പെയിൻ കില്ലർ തരും. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു വേദന. ഇത് പല സ്ത്രീകൾക്കും പലതായിട്ടായിരിക്കും ഈ ഒരു വേദനയുടെ ഡെപ്ത് അനുഭവപ്പെടുന്നത്. ചില ആളുകൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ഭയങ്കര കുറവായിരിക്കും, ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ നടന്നതിന് ശേഷവും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് കൂടി കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് റീസൺ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ്, അതായത് എന്താണ് നമ്മുടെ കോൺവെർസേഷൻ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അതുപോലെ തന്നെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ. ഓരോ വീഡിയോസിന്റെ താഴെയും ഈ കാര്യം പറഞ്ഞിട്ടും ഇപ്പോഴും പലര് നമ്മുടെ എന്നാണോ പീരീഡ് ആയ ഡേറ്റ് അത് മാത്രം മെൻഷൻ ചെയ്യാറുണ്ട്. ആ ഡേറ്റ് അല്ല നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്, എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് എന്നത്. അതായത് ജനുവരി നമുക്ക് 1-ാം തീയതി ബ്ലീഡിംഗ് ആയി, ഫെബ്രുവരിയിൽ 2-ാം തീയതി ബ്ലീഡിംഗ് ആയി. ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് ജനുവരി 1 ഫെബ്രുവരി 2 അല്ല, ജനുവരി 1 മുതൽ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫെബ്രുവരി 2 നിങ്ങൾക്ക് എത്തിയത്. അതായത് ജനുവരി 1, 2, 3 അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്ത് ഫെബ്രുവരി 2 വരെ നിങ്ങൾ എത്തിക്കുക. ഇതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് തന്നതുകൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. ഇത് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ഒരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബ്ലീഡിംഗ് നടന്ന ദിവസമാണ് നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കേണ്ടത്. ഒരിക്കലും ബ്രൗൺ കളറിലെ ഡിസ്ചാർജോ സ്പോട്ടിങ്ങോ വന്ന ദിവസത്തെ ഡേ 1 ആയിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ചോര പോയി തുടങ്ങിയത് ആ ദിവസത്തെ വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.